നമ്മുടെ കൂടെ ജീവിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ എന്നും ആഘോഷമാക്കുന്നവരാണ് സുന്നികൾ. എന്നും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ലോകഗുരുവായ തിങ്കൾ പ്രവാചകരെ. അറിയുമോ, ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്താവശ്യമായ മുഴുവൻ നീതിയും നൽകി. ചില ആൾ പറയും പെണ്ണുങ്ങളെ മൂലെ കൊണ്ടിട്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് അൽ മുജാദല എന്നാ. അവകാശം ചോദിച്ചു വാങ്ങിയ പെണ്ണിനെ കുറിച്ച് പറയാ. അവകാശം ചോദിച്ചപ്പോ കേട്ടു, കേട്ടപ്പോ കിട്ടി. ഒരു അധ്യായം തന്നെ അങ്ങനെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഓരോ മേഖലയെ നോക്കിയാലും ഞാൻ നീട്ടി സംസാരിക്കണില്ല, സ്വലാത്തിന്റെ സമയമായി. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയണം. അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് ആരാണ് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെന്നറിയണം. അറിയുന്തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം കൂടും. അറിയാതെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ ഉസ്താദുമാരുടെ അടുക്കലേക്ക്, ഉസ്താദുമാരുടെ ഓതിപ്പടിച്ച കുട്ടികള് ശിഷ്യന്മാര് വരുമ്പോ ഉസ്താദിന്റെ അടുത്തേക്ക് പോകാൻ ഒരു പേടിയാണ്. ഒളിച്ചു നിന്ന് പാത്തു നിന്നൊക്കെ അങ്ങനെ പോവാ. കാരണം എന്താ? ഉസ്താദിന്റെ ഖദർ മുത്തഅല്ലിമിന് അറിയാം. സാധാരണക്കാരോ കൂളായിട്ട് അങ്ങ് കയറിപ്പോവും. ചിലപ്പോ ഉസ്താദിനോട് തമാശയൊക്കെ അടിക്കും. ഉസ്താദിന്റെ ഇൽമും ദറജയും മനസ്സിലാക്കിയ ശിഷ്യന്മാരോ ദൂരെ അങ്ങനെ മാറിക്കും. എന്താ ഉസ്താദ് കൊല്ലോ വിഴുങ്ങോ? ഒന്നുമില്ല. ആ ഖദർ മനസ്സിലായപ്പോ അങ്ങനെയാ, സ്ഥാനം മനസ്സിലായപ്പോ അങ്ങനെയാ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ അറിയും. അറിഞ്ഞവർക്ക് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ മഹത്വം ഉൾക്കൊള്ളാൻ കഴിയും. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്തോറും ആ സ്ഥാനം നമ്മുടെ ഖൽബിലേക്ക് വരും. ആ കൽബിലേക്ക് വന്നപ്പോൾ, മദീനത്ത് ചെന്നപ്പോൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ മദീനത്തേക്ക് കൂളായിട്ട് കയറി അങ്ങ് പോവാ. നമ്മളെ മാതിരിയുള്ള പൊട്ടന്മാരൊക്കെ മദീനക്ക് കയറി പോവാണ്. അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾക്ക് മദീനയുടെ അതിർത്തിയിൽ വന്നപ്പോൾ ഒരു പേടി. കാരണം എന്താ? ആരുടെ അടുത്തേക്കാ ഞാൻ വന്നത്? ഏത് ഭൂമിയിലേക്കാണ് ഞാൻ കാല് ചവിട്ടാൻ പോകുന്നത്? ആരുടെ ദർബാറിലേക്കാണ് ഞാൻ വന്നത് എന്ന് ആലോചിച്ചപ്പോൾ അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾക്ക് മദീനയുടെ അതിർത്തിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റണില്ല. ഇത് ജിഅ്തു തൈബത റൗമ സൗറത ഖബരിഹി ഉമീതു മദ്ഹൂശൻ ബിഹൈബതി ഖദരിഹി. ഈ രാജപ്രൗഢിയുള്ള സ്ഥലത്ത് ഞാൻ എങ്ങനെ കാലുവെച്ച് കയറും? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന് ചെരുപ്പിടാൻ കഴിയാതെ പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദർ അത്രമേൽ തലയിൽ കയറിയപ്പോഴാണ്. പറ്റണില്ല. ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂളായിട്ട് മദീനത്ത് സലാം പറഞ്ഞു പോകുമ്പോഴാണ് വെളിയങ്കോട്ട് നിന്ന് പോയ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത്, ഇത് ജിഅ്തു തൈബത റൗമ സൗറത ഖബരിഹി ഉഗ്മീതു മദ്ഹൂശൻ ബിഹൈബതി ഖദരിഹി. എനിക്ക് ബോധം കെട്ടുപോണ്, കയറാൻ കഴിയണില്ല മദീനത്തേക്ക്. പരിഭ്രമിച്ചു പോവാണ്, കഴിയണില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സദസ്സിൽ ഇരുന്ന് വാക്ക് പുറത്തു വരാതെ തപ്പിപ്പിഴയ്ക്കുകയാണ്. കാരണം ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന ആയത്തിറങ്ങിയപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുണ്ടാട്ടം മുട്ടിപ്പോയി. ഖാദി ഇയാദ് തങ്ങൾ അവിടുത്തെ അഷ്ഫയിൽ എഴുതുകയാണ്, വാക്ക് പുറത്തു വരണില്ല. അപ്പോ ഒരു അറാബി ഇങ്ങോട്ട് ഓടി വന്നിട്ട്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തിനി മിമ്മ അഅതാക അല്ലാഹ്, പടച്ചോൻ തന്ന പണത്തുനിന്ന് കുറച്ചിങ്ങ് തന്നാളി. ഉമറുൽ ഫാറൂഖ് നിങ്ങൾക്ക് മുണ്ടാട്ടം വരണില്ല. നാട്ടിൻ പുറത്തുകാരനായ അറാബി വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദർ മനസ്സിലായ ഉമറുൽ ഫാറൂഖ് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയണില്ല. അറാബി ഒരു പച്ച ഗ്രാമീണനായ മനുഷ്യനാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് അറിയാം. പക്ഷെ ഇവിടുത്തെ ആദാബുകളോ മര്യാദകളോ ഒന്നും അറിയില്ല. കൂളായിട്ട് അങ്ങനെ വരികയാണ്. അപ്പോഴാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയുമ്പോഴാണ് ഞാൻ ചൊല്ലിയ സ്വലാത്തുകളൊന്നുമല്ല ഇത്തിരിയേ ഉള്ളൂ എന്ന് തോന്നുക. ഖദർ മനസ്സിലായില്ലെങ്കിലോ ഞാൻ 1000 സ്വലാത്തിലുണ്ട് എന്ന് പറയും, ഞാൻ 10,000 സ്വലാത്തിലുണ്ട് എന്ന് പറയും.
അവിടുത്തെ ഖദർ മനസ്സിലാകുമ്പോൾ ഈ സ്വലാത്ത് ഇച്ചിരിയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇതൊന്നും ആയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദർബാറിലേക്കൊന്നും ആയിട്ടില്ല എന്ന് വരും. അറിയും തോറും അവിടുത്തെ പദവി നമ്മുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് വരും. ആ പദവി അറിയുമ്പോഴാണ് സ്ഥാനം വകവെച്ചു കൊടുക്കാൻ കഴിയുക. മഹാനായ ബൂസൈരി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ മുഴുവനും പഠിച്ചു, അതിന്റെ അടരുകൾ മുഴുവനും മനസ്സിലാക്കി. അതല്ലേ അവിടുത്തെ ബുറുദയിൽ മുഴുവനും എഴുതി വെച്ചത്. സീറയുടെ ഒരു മഹാസംക്ഷിപ്തമാണ് ബുറുദയിൽ എഴുതി വെച്ചത്. എല്ലാം മനസ്സിലായപ്പോൾ ബൂസൈരി ഇമാം തങ്ങൾ ആലോചിച്ചു, ഇനി ഏതുവഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കൊന്നെത്തുക? എന്റെ അമല് കൊണ്ട് എനിക്ക് എത്താൻ പറ്റുമോ? ഇല്ല. ളലംതു സുന്നത മൻ നഹിയ ളലാമ ഇലാ അനിസ്തഖത് ഖദമാഹു ളുറ മിൻ വറമി. ഇൽമു കൊണ്ട് എത്താൻ പറ്റുമോ? വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. അങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് എനിക്ക് എത്തിപ്പെടാനുള്ള ഒന്നുമില്ലല്ലോ എന്നാലോചിച്ച് ആകുലപ്പെട്ടപ്പോൾ അവസാനം ഒരു പിടിവള്ളി കിട്ടി. ഫഇന്നലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. എനിക്കൊരു പിടിവള്ളി കാണാനുള്ളത് നിസ്കാരം കൊണ്ടെത്താൻ കഴിയില്ല, നോമ്പ് കൊണ്ടെത്താൻ കഴിയില്ല, ഇൽമു കൊണ്ടെത്താൻ കഴിയില്ല, സുന്നത്ത് നിസ്കാരം കൊണ്ടെത്താൻ കഴിയില്ല, ഒന്നും നോക്കിയിട്ടും കാണുന്നില്ല. പക്ഷേ ഒരു ചെറിയ കാര്യം, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. തങ്ങൾ അത്രയും ചെറിയ കാര്യം വരെ പരിഗണിക്കുന്ന നേതാവാണ്. കാരണം ഹുദൈബിയ സന്ധിയുടെ സമയത്ത് സുഹൈൽ ബിൻ അംർ വന്നപ്പോൾ സഹലല്ലാഹു ബിഹിൽ ഉമൂർ എന്ന് പറഞ്ഞ നേതാവാ. ഒരാളുടെ പേര് ശ്രദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്ന ആളുകൾ പേര് പറയുമ്പോൾ ആ പേരിനനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. അപ്പൊ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഹംസിയ എനിക്കൊന്നുമല്ല, ഈ മീമിയ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ അടുക്കലുള്ള മറ്റ് ഖസീദകളെ കൊണ്ടൊന്നും എനിക്കൊരു രക്ഷയും ഞാൻ കാണുന്നില്ല, അതൊന്നും അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല. പിന്നെ ഒരു ചെറിയ കുട്ടിയെപ്പോലെ എൻ്റെ പേര് കാണുമ്പോൾ ഓ എൻ്റെ പേരുള്ള കുട്ടിയാണല്ലോ എന്ന നിലക്കെങ്ങാനോ ഒന്ന് പിടിച്ചു കിട്ടിയാൽ ഫഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. ഇതായിരുന്നു മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഒരുപക്ഷെ ഈ മജ്ലിസിൽ ഇരുന്നതായിരിക്കും നാളെ നമുക്കൊരു രക്ഷയ്ക്ക് കാരണം. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരമക്കൾ വിളിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചതായിരിക്കും നമുക്കുള്ള ഒരു രക്ഷയുടെ പിടിവള്ളി. അങ്ങനെ നമുക്ക് പ്രതീക്ഷയുടെ ചെറിയ ചെറിയ വഴികളായിരിക്കും നമുക്കാകെയുള്ള വലിയൊരു പ്രതീക്ഷ. അല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമ്പോൾ മദ്ഹ് പറഞ്ഞിട്ട് ഒരാൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്താൻ നോക്കിയാൽ അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി ففي مدحه كتب من الله تقرأ. അല്ലാഹുവിന്റെ പവിത്ര വചനങ്ങൾ ഇവിടെ മദ്ഹായി ഇരടികൾ തീർക്കുമ്പോ നിങ്ങളുടെ ഈ വർത്തമാനങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? ആ മദ്ഹിനോളം എത്തുന്നൊരു മദ്ഹും പറയാൻ ലോകത്താർക്കും സാധ്യമല്ല. പിന്നെയോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെങ്കിലും എത്തിക്കാൻ പറ്റുമോ? ബാലഗൽ മുദ്ദഅഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഊതി ബിഹാ മിൻ ബാലിബാൽ. ലോകത്ത് മദ്ഹ് പറഞ്ഞ എല്ലാവരും വിചാരിച്ചു പറഞ്ഞങ്ങ് തീർത്തേക്കാമെന്ന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ ലൈസ ലഹു ഹദ്ദുൻ യുഅരിബു അൻഹു നാതിഖുൻ ബിഫമി. ഉച്ചരിച്ച് തീർക്കാൻ പറ്റാത്ത മദ്ഹിന്റെ ഉടമയാണത്. ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ? എന്നാൽ ഒരാളും ചോദിക്കൂല. ചോദിച്ചാൽ അവരുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തിനടോ റബീഉൽ അവ്വൽ വരുമ്പോൾ നിങ്ങൾ ആനന്ദിക്കുന്നത്? മറുപടി ഒന്നേ ഉള്ളൂ, അഹ്യാ റബീഉൽ ഖൽബ്.
ഇത് കാലാവസ്ഥയുടെ വസന്തല്ല, ഇത് മാസത്തിന്റെ വസന്തല്ല, ഇത് ദേശത്തിന്റെ വസന്തമല്ല, എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാണ്. എൻ്റെ ഉള്ളിൽ എൻ്റെ മുത്തുനബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വീട് എന്ന് പറയുമ്പോൾ എനിക്ക് വികാരമാണ്. മദീന എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വികാരമാണ്. കാരണം എൻ്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉമ്മ വെച്ചുറങ്ങുന്നുണ്ട്. ഫമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ആ വീട്ടിലുള്ളത് എൻ്റെ രാജാവാണ്, എൻ്റെ എല്ലാമാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ പറഞ്ഞത്, മദീനത്തെ മണ്ണ് ഒരു സ്ഥലത്ത് ചളിയുള്ള മണ്ണാണെന്ന് പറഞ്ഞപ്പോൾ അടിച്ചിട്ട് ജയിലിലടക്കാൻ പറഞ്ഞു. ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശ്രമിക്കുന്ന നാടിന്റെ മണ്ണിനെ ജഡ്ജ് ചെയ്യാൻ നീ ആരടാ? ഖുർആനിലുണ്ടോ മദീനത്തെ ചളി ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ഇവിടെ ജയിലിലടക്കണം? ഹദീസിലുണ്ടോ? ഇല്ല. ഇമാം മാലിക് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഹദീസ് അറിയുന്ന ഒരാൾ ഇന്ന് ലോകത്തുണ്ടോ? ഖുർആൻ അറിയുന്ന ഒരാൾ ഇന്ന് ലോകത്തുണ്ടോ? ആ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, മദീനയിലെ മണ്ണിനെ കുറ്റം പറഞ്ഞാൽ അയാൾക്ക് ശിക്ഷ കൊടുക്കണം എന്ന്. ഖാദിയാണ്, മുഫ്തിയാണ്. ഏതായത്താ തെളിവെന്ന് ഒരാളും ഇമാം മാലിക് തങ്ങളോട് ചോദിച്ചില്ല. ഏത് ഹദീസാണ് തെളിവെന്ന് ഒരാളും ചോദിച്ചില്ല. അങ്ങനെ പറയേണ്ട വിഷയമല്ലത്. അതുകൊണ്ടാണ് കൊടുക്കാൻ പറഞ്ഞു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരാൾ ഹദീസ് ചോദിച്ചു. നടക്കുമ്പോ അങ്ങനെ പറയാനുള്ളതാ ഹദീസ്. അപ്പൊ ആരോ പറഞ്ഞു, ഇത് ഈ നാട്ടിലൊക്കെ അപ്പുറത്തെ മഹലിലെ ഖാദിയാന്ന്. ഖാദിയാർക്കാണ് ആദ്യം അദബ് ഉണ്ടാവേണ്ടത്. കൊടുക്കാൻ പറഞ്ഞു. ഖാദിയാർക്കാണ് ആദ്യം അദബ് വേണ്ടത്. അങ്ങനെ നടക്കുമ്പോ പറയാനുള്ളതല്ല ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബഹുമാനമാണ്, അത് സ്നേഹമാണ്, സ്നേഹമാണ്. മഹാന്മാര് ജീവിച്ചത് എങ്ങനെയാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നു. പ്രാഥമിക ആവശ്യ നിർവഹണം നടത്താൻ പറ്റുന്നില്ല മദീനയിൽ. എന്തേ? നിയമമുണ്ടോ അങ്ങനെ പാടില്ല? മദീനയെ പ്രണയിച്ചു പോയി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബിൽ വരണം, മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് ഇഷ്ടം വെച്ച് ഹൃദയത്തോട് ചേർത്തു പിടിച്ച് അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന സ്വർഗത്തിലെത്താൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, സ്നേഹജനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ ഇതിന്റെ ബാനിയായി വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകൾ ആത്മീയമായി വേദിയുടെ അധ്യക്ഷനാണ്. അല്ലാഹുവേ, അവിടുത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ പ്രതിനിധിയായി പ്രിയപ്പെട്ട മകൻ ഷഹീർ തങ്ങൾ ഉപ്പാപ്പ ഇവിടെയുണ്ട്. വാപ്പാന്റെ വഴിയിൽ ഈ പ്രസ്ഥാനത്തെയും സമൂഹത്തെയും നയിക്കാൻ എല്ലാവിധ തൗഫീഖും ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഈ മദ്ഹറുൽ അത്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയൊരു വൈജ്ഞാനിക ആത്മീയ കേന്ദ്രമാക്കി വളർത്തണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന ഖാദിസിയും മഖ്ദൂമിയയും ത്വയ്ബ സെന്ററും വെസ്റ്റ് ബംഗാളിലെ ഹിറായ എഡ്യൂക്കേഷൻ സെന്ററും ചാരിറ്റി പ്രവർത്തനത്തിലായി ഇന്ത്യയും എല്ലാം ഞങ്ങൾക്ക് നീ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാം കൊണ്ടുപോയി മദീനത്തെ രാജാവിന്റെ മുമ്പിൽ ഒരു കാണിക്കയായി സമർപ്പിച്ച് സന്തോഷം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്.